നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഷൊർണൂർ നഗരസഭയിൽ അമൃത് 2.0 പദ്ധതിയിൽ GIS അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ ഒരുങ്ങുന്നു. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനുള്ള പ്രമേയം കൗൺസിൽ അംഗീകരിച്ചു. ലക്ഷ്യം ദീർഘവീക്ഷണമുള്ള നഗരാസൂത്രണം. കവളപ്പാറയിലും മുണ്ടക്കൈ ചൂരൽമലയിലും ഉണ്ടായതിനു സമാനമായ പ്രകൃതി ദുരന്തം ഇനി നടക്കാൻ പോകുന്നത് ഒറ്റപ്പാലം താലൂക്കിലെ അനങ്ങനടി വില്ലേജിലെ പാവുക്കോണത്താണെന്ന് അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് വികസന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മേനകം. നിരവധി തവണ പരിസരത്തെ ക്വാറിക്കെതിരെ പരാതികൾ ഉന്നയിച്ചിട്ടും അനങ്ങാപ്പാറ നയമാണ് ഉദ്യോഗസ്ഥ ലോബി സ്വീകരിക്കുന്നതെന്നും ഇബ്രാഹിം മേനകം. അടിയന്തരമായി ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. ചളിക്കുളമായതിനെ തുടർന്ന് ഗതാഗതം നിലച്ച പത്തിരിപ്പാല സദനം അതിർക്കാട് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടി തുടങ്ങി. ജല അതോറിറ്റി വകുപ്പിന്റെ നേതൃത്വത്തിൽ ചളിക്കുളമായ ഭാഗത്ത് കോറി വേസ്റ്റിട്ടാണ് താൽക്കാലിക പരിഹാരം. റോഡ് ഗതാഗത യോഗ്യമാക്കുന്നത് STV വാർത്തയ്ക്ക് പിന്നാലെ. ശുദ്ധജല വിതരണ പൈപ്പ് തകർന്ന് വെള്ളം പാഴാവാൻ തുടങ്ങിയിട്ട് ഒരു മാസമായെന്ന് നാട്ടുകാരുടെ പരാതി. കോട്ടായി പഞ്ചായത്തിലെ 6-ാം വാർഡിൽ കിഴക്കേക്കര കോളനിയിലാണ് പല ഭാഗങ്ങളിലായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. അധികൃതർ മൗനത്തിൽ. മാലിന്യ സംസ്കരണത്തിന് സൗകര്യമൊരുക്കാതെ മലിനജലം പൊതുവഴിയിലേക്ക് ഒഴുക്കിവിട്ട എടത്തറയിലെ സ്വകാര്യ ബാറിനെതിരെ പഞ്ചായത്ത് പിഴ ചുമത്തി. 25,000 രൂപ പിഴ. ശക്തമായ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു പഞ്ചായത്തിന്റെ നടപടി. രണ്ടാം വിളയുടെ നെല്ല് സംഭരിച്ച് 4 മാസം കഴിഞ്ഞിട്ടും നെല്ലിന്റെ വിലയും ഉഴവുകൂലിയും ലഭിക്കാത്തതിൽ കേരളശ്ശേരിയിൽ കർഷകർ കറുപ്പ് റിബൺ കൊണ്ട് വായ മൂടിക്കെട്ടി പ്രതിഷേധം. ഷൊർണൂർ നഗരസഭയിൽ അമൃത് 2.0 പദ്ധതിയിൽ GIS അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ ഒരുങ്ങുന്നു. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനുള്ള പ്രമേയം കൗൺസിൽ അംഗീകരിച്ചു. ദീർഘവീക്ഷണമുള്ള നഗരാസൂത്രണമാണ് ലക്ഷ്യം. കേന്ദ്ര സർക്കാരിന്റെ അടൽ മിഷൻ ഫോർ റിജുവിനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ 2.0 പദ്ധതിയുടെ ഭാഗമായി ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അധിഷ്ഠിത മാസ്റ്റർ പ്ലാനാണ് ഷൊർണൂർ നഗരസഭയിൽ തയ്യാറാക്കുക. ഇതിനായി നഗരസഭാ കൗൺസിൽ പ്രമേയം അംഗീകരിച്ചു. ശാസ്ത്രീയവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവും ദീർഘവീക്ഷണമുള്ളതുമായ നഗരാസൂത്രണത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പായാണ് ഈ തീരുമാനം വിലയിരുത്തപ്പെടുന്നത്. ദീർഘവീക്ഷണമുള്ള നഗരാസൂത്രണമാണ് ലക്ഷ്യം. കേരള ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ആക്ടിലെ വ്യവസ്ഥകൾ അനുസരിച്ചായിരിക്കും ഇത്. ജനങ്ങളുടെ നിർദ്ദേശങ്ങൾക്കായി വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. ഏകോപനത്തിനായി കമ്മിറ്റിയും രൂപീകരിക്കും. ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് വകുപ്പ്, സർക്കാർ വകുപ്പുകൾ, ജനപ്രതിനിധികൾ എന്നിവരുടെ സഹകരണത്തോടെയായിരിക്കും പദ്ധതി തയ്യാറാക്കുക. ഭൂവിനിയോഗം, ജനസാന്ദ്രത, റോഡ് ശൃംഖല, ജലവിഭവങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, പരിസ്ഥിതി സംവേദന ക്ഷേമ മേഖലകൾ, ഭാവി വികസന സാധ്യതകൾ എന്നിവ വിശകലനം ചെയ്തായിരിക്കും മാസ്റ്റർ പ്ലാൻ രൂപപ്പെടുത്തുക. പാർപ്പിടം, വാണിജ്യം, വ്യവസായം, പൊതുസ്ഥാപനങ്ങൾ, സ്ഥാപന വികസനം എന്നിവയ്ക്കായി അനുയോജ്യമായ മേഖലകൾ നിർണ്ണയിക്കാനും പദ്ധതി സഹായകമാകും. അടിസ്ഥാന സൗകര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഡിജിറ്റൽ നഗരാസൂത്രണ രേഖയാണ് GIS അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കവളപ്പാറയിലും മുണ്ടക്കൈ ചൂരൽമലയിലും ഉണ്ടായതിനു സമാനമായ പ്രകൃതി ദുരന്തം ഇനി നടക്കാൻ പോകുന്നത് ഒറ്റപ്പാലം താലൂക്കിലെ അനങ്ങനടി വില്ലേജിലെ പാവുക്കോണത്താണെന്ന് അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മേനകം പറഞ്ഞു. നിരവധി തവണ പരിസരത്തെ കോറിക്കെതിരെ പരാതികൾ ഉന്നയിച്ചിട്ടും അനങ്ങാപ്പാറ നയമാണ് ഉദ്യോഗസ്ഥ ലോബി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ഭരണ സംവിധാനം ഒന്നാകെ ഈ അനീതിക്ക് കൂട്ടുനിൽക്കുന്നത് ഏറെ ഞെട്ടിക്കുന്നതും സങ്കടകരവുമാണ്. അനങ്ങനടി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മേനകം പറഞ്ഞു. നിരവധി തവണ ഈ കോറിക്കെതിരെ പരാതികൾ ഉന്നയിച്ചിട്ടും അനങ്ങാപ്പാറ നയമാണ് ഉദ്യോഗസ്ഥ ലോബി സ്വീകരിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയിൽ ഉൾപ്പെട്ട നിരവധി തവണ UDF അംഗങ്ങൾ ഈ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവന്നെങ്കിലും നിസ്സംഗ മനോഭാവമാണ് പഞ്ചായത്ത് സെക്രട്ടറിയും CPM ഭരണസമിതിയും സ്വീകരിക്കുന്നത്. അടിയന്തരമായി ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെച്ചില്ലെങ്കിൽ പ്രദേശവാസികളെ സംഘടിപ്പിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും മുസ്ലിം ലീഗ് അനങ്ങനടി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയും അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഇബ്രാഹിം മേനകം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചളിക്കുളമായതിനെ തുടർന്ന് ഗതാഗതം നിലച്ച പത്തിരിപ്പാല സദനം അതിർക്കാട് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടികൾ തുടങ്ങി. വെള്ളിയാഴ്ച രാവിലെ ജല അതോറിറ്റി വകുപ്പിന്റെ നേതൃത്വത്തിൽ ചളിക്കുളമായ ഭാഗത്ത് ക്വാറി വേസ്റ്റിട്ടാണ് താൽക്കാലിക പരിഹാരം കാണുന്നത്. സദനം റോഡിന്റെ ദുരാവസ്ഥ കഴിഞ്ഞ ദിവസം STV വാർത്തയാക്കിയിരുന്നു. തുടർന്ന് മങ്കര പഞ്ചായത്ത് ഇടപെടുകയും വാട്ടർ അതോറിറ്റി, ജൽജീവൻ അധികൃതരെയും വ്യാഴാഴ്ച വിളിച്ചു വരുത്തുകയും ചെയ്തു. തുടർന്ന് നടന്ന ചർച്ചയിലാണ് നടപടി ഉണ്ടായത്. താൽക്കാലികമായി കോറി വേസ്റ്റ് ഇടാമെന്ന് മഴ മാറുന്ന മുറയ്ക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നായിരുന്നു തീരുമാനം. ചെളിക്കുളമായ മേഖല മങ്കര പഞ്ചായത്തിന്റെ പരിധിയിലാണ്. റോഡ് വെട്ടിമുറിക്കുന്ന സമയം പഞ്ചായത്തിന്റെ അനുമതി പോലും വാങ്ങിയിരുന്നില്ല. മഴ തുടങ്ങിയ മുതൽ യാത്രക്കാർ ദുരിതത്തിലായിരുന്നു. വെള്ളിയാഴ്ച കോറി വേസ്റ്റ് കൊണ്ടുവന്ന ടിപ്പറും ഇവിടെ ഏറെ നേരം കുഴിയിൽ കുടുങ്ങി. ഇതിന് തൊട്ടു മുൻപേ ദിവസങ്ങളിൽ നിരവധി വാഹനങ്ങളും ചെളിയിൽ കുടുങ്ങി. ജൽജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിക്കാണത്രേ റോഡ് പൊളിച്ചത്. വെറും മണ്ണിട്ട് നികത്തിയതോടെയാണ് പുലിവാലായത്. അതിനിടെ മഴ തുടരുകയും ചെയ്തതോടെ
റോഡ് ചെളിക്കുളമായി. TTC, UP സ്കൂൾ, ആശുപത്രി എന്നീ സ്ഥാപനങ്ങളിൽ എത്തുന്നവരും ഇതോടെ വലഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാലിന്യ സംസ്കരണത്തിന് സൗകര്യമൊരുക്കാതെ പൊതുവഴിയിലേക്ക് മാലിന്യം ഒഴുക്കിവിട്ട എടത്തറയിലെ സ്വകാര്യ ബാറിനെതിരെ പറളി പഞ്ചായത്ത് 25,000 രൂപ പിഴ ചുമത്തി. കഴിഞ്ഞ ദിവസം രാത്രി പ്രധാന പാതയിലേക്ക് മാലിന്യം ഒഴുക്കിയതിനാൽ രൂക്ഷമായ ദുർഗന്ധം വരുന്ന നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. രാത്രി 10-ന് പറളി പഞ്ചായത്ത് അംഗം ഹക്കീം അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി അർജുൻ സ്ഥലത്തെത്തി. പരിശോധനയിൽ ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് 25,000 രൂപ പിഴ ചുമത്തിയതെന്ന് വാർഡംഗം ഹക്കീം പറഞ്ഞു. അടിയന്തരമായി മാലിന്യ സംസ്കരണത്തിന് സൗകര്യമൊരുക്കണമെന്ന് നിർദ്ദേശവും നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പോയി നോക്കുകയും ചിത്രപുരിയുടെ സോഫ്റ്റ്വെയർ നിറഞ്ഞ് ആ വേസ്റ്റ് ഒരു പൈപ്പിലുള്ളവർ കുഴിയിലാണ് വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു കുഴിയിലാണ് വിട്ടിട്ടുണ്ടായത്. ആ കുഴി നിറഞ്ഞ് കവിഞ്ഞൊഴുകി PWD റോഡിലേക്കാണ് വന്നത്. അപ്പൊ അവിടെ പോകുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അപ്പോൾ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി അർജുൻ സാറിനെ വിളിച്ചു. സാറ് നേരിട്ട് വന്ന് നോക്കി അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 6/8/2026 അവർക്കൊരു ഫൈന് 25,000 രൂപ ഫൈൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ശുദ്ധജല വിതരണ പൈപ്പ് തകർന്ന് വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് 1 മാസമായെന്നും നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്നും പരാതി. കോട്ടായി പഞ്ചായത്തിലെ 6-ാം വാർഡിൽ കിഴക്കേക്കര കോളനിയിലാണ് പല ഇടങ്ങളിലായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. പൈപ്പ് പൊട്ടി വെള്ളം കുത്തിയൊഴുകി ആ ഭാഗത്ത് റോഡ് തകർന്ന് ഗർത്തമായെന്നും കുഴികളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതിനാൽ വാഹനങ്ങൾ കുഴികളിൽപ്പെട്ട് അപകടം സംഭവിക്കുന്നതായും പൊട്ടിയ പൈപ്പുകൾ ഉടൻ ശരിയാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഈ വെള്ളം ഏതൊക്കെ സമയത്താണ് വിടുന്നത്, എങ്ങനെയൊക്കെയാണെന്ന് ഒരു ഗുണഭോക്തൃ സമിതിയെ പറഞ്ഞ് അവതരിപ്പിക്കാൻ പറയുമ്പോൾ അവർക്കത് കിട്ടിയിട്ടില്ല. ഒക്ടോബർ മാസത്തോടു കൂടിയിട്ട് ഞങ്ങൾക്ക് പ്രൊജക്ട് ഓഫീസിലേക്ക് കിട്ടുകയുള്ളൂ. ഇത് കോൺട്രാക്ടറിൻ്റെ കയ്യിലാണെന്ന് പറയുന്നത്. കോൺട്രാക്ട് ചെയ്ത വ്യക്തികളെ ബന്ധപ്പെടുമ്പോൾ അവർ ഫോൺ എടുക്കുന്ന, പിന്നെ ജില്ലാ പ്രോജക്ട് ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ അവരും ഫോൺ എടുക്കുന്നില്ല. നിങ്ങൾ ജനങ്ങൾക്ക് ഉപകാരമല്ലാത്ത രീതിയിൽ ഈ ജലജീവൻ മിഷനെ വെള്ളം പാഴാക്കി കളയുന്നത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് ഇത് ജനങ്ങളുടെ പൈസ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് ഞാൻ സംസാരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. 2ാം വിളയുടെ നെല്ല് സംഭരിച്ച് 4 മാസം കഴിഞ്ഞിട്ടും നെല്ലിന്റെ വിലയും ഉഴവുകൂലിയും ലഭിക്കാത്തതിൽ കേരളശ്ശേരിയിൽ കർഷകർ കറുപ്പ് റിബൺ കൊണ്ട് വായും മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. കടം വാങ്ങിയും സ്വർണം പണയം വെച്ചുമായിരുന്നു കൃഷി ഇറക്കിയതെന്നും കർഷകർ പറഞ്ഞു. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പഴങ്കോട് പാടശേഖരത്തിൽ പഞ്ചായത്ത് അംഗം MP ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് നെൽവയലിറങ്ങി വേറിട്ട പ്രതിഷേധം നടന്നത്. പ്രതിഷേധ സമരം പഞ്ചായത്ത് അംഗം MP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊയ്ത്ത് കഴിഞ്ഞ് 48 മണിക്കൂറിനകം നെല്ല് സംഭരിക്കണമെന്നും സംഭരിച്ച് ഒരാഴ്ചക്കകം തുക നൽകാനുള്ള നടപടിയും ഇനിയും ഉണ്ടാകണമെന്നും പഞ്ചായത്ത് അംഗം MP ശ്രീകുമാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഏതാണ്ട് ഏപ്രിൽ മാസത്തിൽ നെല്ലളന്ന് പോയതാണ്. ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നെല്ലളന്നിട്ട് ആ സർക്കാരും വേണ്ട രീതിയിൽ കർഷകരെ പരിഗണിച്ചില്ല. കർഷകർക്ക് സംഭരണ വില കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായി. പുതിയ സർക്കാർ വന്ന ഉടനെ തന്നെ പറഞ്ഞു ഉടനെ തന്നെ സംഭരണ വില കൊടുക്കുന്നതാണെന്ന്. നാളിതുവരെയായിട്ടും ഞങ്ങൾക്ക് സംഭരണ വില കിട്ടിയിട്ടില്ല. ഓണം വരാറായി. ചിങ്ങമാസം 1-ാം തീയതി കർഷക ദിനമാണ്. ഈ കർഷക ദിനത്തിന് പോലും നെല്ലിൻ്റെ സംഭരണ വില കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി ഈ കർഷകർക്ക് 2ാം വിള നെല്ലിൻ്റെ സംഭരണ വില കിട്ടണം. അതിന് ഗവൺമെൻറ് ഉടനടി നടപടിയെടുക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. തുക ഉടൻ നൽകണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. കർഷകർ പ്രയാസത്തിലാണ്. അടുത്ത കൃഷി ഇറക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്നും കർഷകർ പറയുന്നു. കടം വാങ്ങിയും സ്വർണം പണയം വെച്ചുമാണ് കർഷകർ കൃഷി ഇറക്കിയിരിക്കുന്നത്. സമിതിയിൽപ്പെട്ട 130ഓളം കർഷകർ തുക കിട്ടാത്തതിനാൽ ജീവിതം തന്നെ പ്രയാസത്തിലാണ്. കർഷകരുടെ പൈസ എങ്ങനെയെങ്കിലും പെട്ടെന്ന് കിട്ടിയാലേ ഞങ്ങൾക്ക് ഈ കടങ്ങൾ വീട്ടാനും കൃഷി ഇറക്കാനും പൈസയില്ല. അത്രയും ദാരിദ്ര്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇപ്പോൾ. അത് ഗവൺമെന്റ് ഞങ്ങൾക്ക് അതിനുവേണ്ടി പരിഗണിച്ച് ഞങ്ങൾക്ക് പൈസ പെട്ടെന്ന് തരാനുള്ള ഒരു ദയവ് കാണിക്കണം. R. നന്ദകുമാർ, V. ലത, കൃഷ്ണൻകുട്ടി, MP ഹരിദാസ്, ഷാജി, VC ദീപു, CA സന്ദീപ്, ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ കിഴക്കമ്പുറം AJB സ്കൂളിൽ കർക്കിടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി വിവിധ ഭക്ഷ്യ ഇലകളുടെ പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മണ്ണൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SJN നജീബ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. എന്നിട്ട് വീട്ടിൽ പോയിട്ട് അമ്മമാരുടെ കൃത്യമായി പറയണം. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഞങ്ങൾ എത്തിച്ചു തരണം എന്ന് പറയില്ലേ. അപ്പോൾ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള നമ്മുടെ ഈ ചെറുപ്പകാലത്ത് ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഓക്കെ. അപ്പോൾ ഇവിടെ കൂടുതൽ എനിക്ക് ഇതേ സമയം പഞ്ചായത്ത് യോഗം നടത്തുന്നതുകൊണ്ട് എത്തേണ്ടതുണ്ട്.
ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കൃത്യമായി ക്ലാസ് എടുത്തുകാരെ നല്ല ഡോക്ടർമാരെ എത്തിയിട്ടുണ്ട് അവർ കൃത്യമായി പറയും. അതുകൊണ്ട് ഇത്തരത്തിൽ കർക്കിടക മാസമാണ്. ഇത്തരത്തിൽ കർക്കിടക മാസത്തിൽ ആരോഗ്യപരമായിട്ടുള്ള വൈവിധ്യമാർന്ന പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ടീച്ചർമാർക്കാണ്. PTA പ്രസിഡന്റ് സലീന അധ്യക്ഷത വഹിച്ചു. മണ്ണൂർ സർക്കാർ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വർഷ ബാബു ഇലക്കറികളെക്കുറിച്ച് ക്ലാസ് എടുത്തു. മഴക്കാലം പനിക്കാലമാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ആരോഗ്യ സംരക്ഷണത്തിനുമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ വിദ്യാർത്ഥികളോട് വിശദീകരിച്ചു. പച്ചക്കറികളും ഇലക്കറികളും പഴവർഗ്ഗങ്ങളും ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കി. പ്രകൃതിയിലെ ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഡോക്ടർ സൂചിപ്പിച്ചു. മത്തയില, പയറില, കുമ്പളയില, ചേനയില, ചേമ്പില, തകര, തഴുതാമ, ചീരയില, മണിത്തക്കാളിയില, കോവലില എന്നീ ഇലകളുടെ പ്രദർശനവും ഉണ്ടായി. കുട്ടികൾ ശേഖരിച്ച ഔഷധ സസ്യങ്ങളും പ്രദർശിപ്പിച്ചു. കുട്ടികൾ ഔഷധങ്ങളുടെ ഇലകൾ ശേഖരിച്ച് പതിപ്പുകളും തയ്യാറാക്കി. പഴമയുടെ രുചി അറിയാൻ കുട്ടികൾക്ക് അവസരം നൽകുന്നതിന്റെ ഭാഗമായി ഔഷധക്കഞ്ഞിയും പത്തിലക്കറിയും ഔഷധ ഇലകൾ ചേർത്തരച്ച ചമ്മന്തിയും മുതിരത്തോരനും ചേർത്ത് പ്ലാവിലക്കുമ്പിൽ കുത്തി കഴിക്കാനും അവസരം നൽകി. പ്രധാനാധ്യാപിക ശ്രീലേഖ സ്വാഗതവും ജസീൽ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. സ്റ്റാഫ് സെക്രട്ടറി അനു എബ്രഹാം, MPTA പ്രസിഡന്റ് നൌഷിജ, K. ആതിര, സുബിൻ രഹന, രമ്യ, സുഗുണ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ കാരക്കാട് ജീവിത ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കർക്കിട ഔഷധ കഞ്ഞി വിതരണത്തിനും പ്രഗത്ഭ വ്യക്തികളുടെ ക്ലാസുകൾക്കും തുടക്കമായി. വിഷ്ണു ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കിരാതമൂർത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 13 വരെയാണ് പരിപാടി. ഷൊർണൂർ കാരക്കാട് ജീവിത ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രൊജക്ട് ആരോഗ്യയുടെ ഭാഗമായാണ് കർക്കിടക ഔഷധ കഞ്ഞി വിതരണവും പ്രഗത്ഭ വ്യക്തികൾ നയിക്കുന്ന ക്ലാസുകൾക്കും തുടക്കമായത്. ആഗസ്റ്റ് 7 വെള്ളിയാഴ്ച ജീവിത ഹാളിലാണ് പരിപാടിക്ക് തുടക്കം. കുളപ്പള്ളി വിഷ്ണു ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കിരാതമൂർത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഹൃദയത്തിൽ എന്താണ് എന്നുള്ളതാണ് പ്രധാനം. നമുക്കെല്ലാം സാധിച്ചോളണമെന്നില്ല. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ എന്താണോ നന്മ ശേഷിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും. അതെല്ലാവരും തിരിച്ചറിയും, ഇന്നല്ലെങ്കിൽ നാളെ. ചിലപ്പോൾ ഇന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ അത് ജനം തിരിച്ചറിഞ്ഞേ തീരും. അതങ്ങനെയാണ് ഈ കാലത്തിൻ്റെ, പ്രകൃതിയുടെ, ഈശ്വരൻ്റെ നിയോഗം. അപ്പം അതുകൊണ്ട് സംയുക്ത ചെയ്യുന്നതൊക്കെ നാളെ കാലം തിരിച്ചറിയുമെന്നുള്ളതിനാണ്, ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ് തുടങ്ങി എന്നുള്ളതിനാണ് ആ രാം പൊതുവാളിൻ്റെ അവാർഡ് അവർക്ക് വന്നു ചേർന്നത്. അങ്ങനെ ഇനിയും നിരവധി അവാർഡുകൾ വരട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. ചടങ്ങിൽ കൗൺസിലർ CK സൗമ്യ അധ്യക്ഷയായിരുന്നു. സംയുക്ത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൗൺസിലർ T. സീന, പഞ്ചകർമ്മ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ ജിജോ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഷൊർണൂർ യൂണിറ്റ് സെക്രട്ടറി സുദേശ്, ആശാ വർക്കർ സിന്ധു, ജീവിതാംഗം സീമ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിശിഷ്ട വ്യക്തികൾക്കുള്ള ഉപഹാരങ്ങളും കൈമാറി. തുടർന്ന് കിരാതമൂർത്തി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടെ ഔഷധക്കഞ്ഞി വിതരണത്തിനും തുടക്കം കുറിച്ചു. ഈ മാസം 13 വരെയാണ് ഔഷധക്കഞ്ഞി വിതരണവും പ്രഗത്ഭ വ്യക്തികളുടെ ക്ലാസും ഉണ്ടായിരിക്കുക. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി വാടനാകുറിശി ചോറട്ടൂർ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ പാരായണം നടന്നു. മുരളി വാര്യരാണ് രാമായണ പാരായണത്തിന് നേതൃത്വം നൽകുന്നത്. ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക്, വഴിപാട് എന്നിവയും നടന്നു വരുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷൊർണൂർ നഗരസഭയിൽ അമൃത് 2.0 പദ്ധതിയിൽ GIS അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ ഒരുങ്ങുന്നു. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനുള്ള പ്രമേയം കൗൺസിൽ അംഗീകരിച്ചു. ലക്ഷ്യം ദീർഘവീക്ഷണമുള്ള നഗരാസൂത്രണം. കവളപ്പാറയിലും മുണ്ടക്കൈ ചൂരൽമലയിലും ഉണ്ടായതിനു സമാനമായ പ്രകൃതി ദുരന്തം ഇനി നടക്കാൻ പോകുന്നത് ഒറ്റപ്പാലം താലൂക്കിലെ അനങ്ങനടി വില്ലേജിലെ പാവുക്കോണത്താണെന്ന് അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് വികസന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മേനകം. നിരവധി തവണ പരിസരത്തെ ക്വാറിക്കെതിരെ പരാതികൾ ഉന്നയിച്ചിട്ടും അനങ്ങാപ്പാറ നയമാണ് ഉദ്യോഗസ്ഥ ലോബി സ്വീകരിക്കുന്നതെന്നും ഇബ്രാഹിം മേനകം. അടിയന്തരമായി ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. ചളിക്കുളമായതിനെ തുടർന്ന് ഗതാഗതം നിലച്ച പത്തിരിപ്പാല സദനം അതിർക്കാട് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടി തുടങ്ങി. ജല അതോറിറ്റി വകുപ്പിന്റെ നേതൃത്വത്തിൽ ചളിക്കുളമായ ഭാഗത്ത് കോറി വേസ്റ്റിട്ടാണ് താൽക്കാലിക പരിഹാരം. റോഡ് ഗതാഗത യോഗ്യമാക്കുന്നത് STV വാർത്തയ്ക്ക് പിന്നാലെ.
ശുദ്ധജല വിതരണ പൈപ്പ് തകർന്ന് വെള്ളം പാഴാവാൻ തുടങ്ങിയിട്ട് ഒരു മാസമായെന്ന് നാട്ടുകാരുടെ പരാതി. കോട്ടായി പഞ്ചായത്തിലെ 6-ാം വാർഡിൽ കിഴക്കേക്കര കോളനിയിലാണ് പല ഭാഗങ്ങളിലായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. അധികൃതർ മൗനത്തിൽ. മാലിന്യ സംസ്കരണത്തിന് സൗകര്യമൊരുക്കാതെ മലിനജലം പൊതുവഴിയിലേക്ക് ഒഴുക്കിവിട്ട എടത്തറയിലെ സ്വകാര്യ ബാറിനെതിരെ പഞ്ചായത്ത് പിഴ ചുമത്തി. 25,000 രൂപ പിഴ. ശക്തമായ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു പഞ്ചായത്തിന്റെ നടപടി. രണ്ടാം വിളയുടെ നെല്ല് സംഭരിച്ച് 4 മാസം കഴിഞ്ഞിട്ടും നെല്ലിന്റെ വിലയും ഉഴവുകൂലിയും ലഭിക്കാത്തതിൽ കേരളശ്ശേരിയിൽ കർഷകർ കറുപ്പ് റിബൺ കൊണ്ട് വായ മൂടിക്കെട്ടി പ്രതിഷേധം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്ത രാത്രി 9 മണിക്ക്. നമസ്കാരം.